പോപ്കോൺ തികച്ചും ഓർഗാനിക്കായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമെങ്കിലും ചില പ്രത്യേക സാഹചര്യം നമുക്ക് ഇതുപോലെ പുറത്തുനിന്ന് തീറ്റ മേടിച്ച് കൊടുക്കേണ്ടി വരും. അങ്ങനെ തീറ്റ മേടിച്ച് അരിച്ചു നോക്കിയപ്പോൾ കണ്ടൊരു സംഭവമാണിത്. അതെന്തായാലും ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പറയുന്നതാണ്. അങ്ങനെ എന്തായാലും നമ്മളെ കോഴികളെയൊക്കെ ഇന്നും എന്നത്തെ പോലെ തുറന്നു വിട്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ മുട്ടകൾ തന്നുകൊണ്ടിരിക്കുന്ന കോഴികളോടൊപ്പം തന്നെ നമ്മുടെ 4 മാസം 4.5 മാസത്തോളം പ്രായമായ കോഴികളെ കൂടെ തുറന്നു വിട്ടിരിക്കുകയാണ്. അതായത് ഇപ്പം നമുക്ക് മുട്ടകൾ ഇട്ട് തന്നുകൊണ്ടിരിക്കുന്ന കോഴികൾ മുട്ടയിടൽ നിർത്തിയാലോ അല്ലെങ്കിൽ അവരുടെ മുട്ട ഉൽപ്പാദനം കുറഞ്ഞു കഴിഞ്ഞാൽ പോലും നമുക്ക് ഇൻക്യുബേറ്ററിൽ മുട്ടകൾ വയ്ക്കാനുള്ളൊരു ക്ഷാമം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ 2018 ശരിക്കും ക്വാക്ക് ഫാം ആരംഭിക്കുന്നത്. അന്ന് നമ്മൾ മുട്ടകൾ പുറത്തുനിന്ന് മേടിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പുറത്തുനിന്ന് മേടിച്ച് ഇൻക്യുബേറ്ററിൽ കൊണ്ടുവന്ന് വിരിച്ച് വളർത്തി അത് കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് നഷ്ടം മാത്രമാണ്. ആ ഒരു നഷ്ടത്തിനെ മറികടക്കണമെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള മുട്ടകൾ നമ്മൾ തന്നെ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിച്ച് കുഞ്ഞുങ്ങളെ വിറ്റാൽ മാത്രമേ നമുക്ക് സാമ്പത്തികപരമായിട്ട് ഈ ഒരു സമ്പ്രദായം, ഈ ഒരു സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അങ്ങനെ എന്തായാലും നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് 20 കിലോയുടെ സ്റ്റാർട്ടർ അല്ല ലെയർ മാഷ് തീറ്റ മേടിച്ച് അരിച്ചപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഈ പൊടി എന്ന് പറയുന്നത് നമ്മൾ തീറ്റയോടൊപ്പം കോഴികൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അത് വേസ്റ്റായി പോകാറാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പൊടി എടുത്ത് നമ്മൾ ഒന്നെങ്കിൽ പപ്പായ അരിഞ്ഞതിനകത്ത് കുഴച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ചോറിൻ്റെ വേസ്റ്റിനോടൊപ്പം കുഴച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാകുമ്പം തീറ്റകൾ വലിയ നഷ്ടം വരാതെ തന്നെ എല്ലാം കോഴികൾ തന്നെ കഴിക്കുന്നതാണ്. അങ്ങനെ നമ്മളൊരു ചെറിയ അരിപ്പെടുത്ത് ഇതൊക്കെ അരിച്ച് സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന്. ശരിക്കും ഇത് കാൽഷ്യത്തിന് വേണ്ടി ആഡ് ചെയ്തിരിക്കുന്നതാണെന്നാണ് മനസ്സിലാക്കുന്നത്. കാൽഷ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെ എന്തായാലും ഇതുപോലെ തീറ്റകൾ നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കോഴികളെ വളർത്താൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വലിയ മെച്ചമൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ ഇതിനു വേണ്ടി ഇടുന്ന എഫേർട്ടിന് തുല്യമായ ഒരു വരുമാനം പോലും വരാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തമായിട്ട് തീറ്റ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. അപ്പോഴാണ് നമ്മുടെ സുഹൃത്ത് പറഞ്ഞൊരു കാര്യം ഓർത്തത്, BSF ലാർവ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. എന്നാൽ പിന്നെ കുറച്ച് പഴങ്ങളുടെ വേസ്റ്റും കുറച്ച് കരിയിലയും വാഴയിലയും എല്ലാം കൂടെ ഒന്ന് നനച്ച് ഒരു ചകിരിത്തൊണ്ടും വെച്ചിട്ട് നമ്മളൊരു പാത്രത്തിൽ വെച്ചിട്ട് അത് അടച്ചു വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ലാർവകൾ വന്ന് മുട്ടയിട്ട് കഴിഞ്ഞാൽ ആ മുട്ട വിരിഞ്ഞ് വലുതായി കഴിയുമ്പോൾ നമുക്ക് കോഴികൾക്ക് തീറ്റയായിട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ റൂമിലേക്ക് ഒരു അതിഥി കടന്നു വന്നത്. എന്നാൽ ആ ഒരു അതിഥിയും കൂടെ പിടിച്ച് നമുക്ക് ആ ഒരു BSF ലാർവയുടെ സംവിധാനത്തിലേക്ക് ആഡ് ചെയ്യാമെന്ന് കരുതി. ഇതാണ് ശരിക്കും നമ്മളിലേക്ക് അടുത്ത് വന്നിരുന്ന അതിഥി. ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മളെ തേടി അത് വരുമെന്ന് പണ്ടാരോ പറഞ്ഞതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണിത്. നമ്മൾ സൂക്ഷ്മം ഇന്ന് BSF ലാർവ കൾട്ടിവേഷൻ്റെ ഒരു പരിപാടി ചെയ്യാമെന്ന് കരുതി തുടങ്ങി വെച്ചപ്പോഴത്തേക്ക് ശരിക്കും നമ്മളെ തേടി വന്നൊരു ബ്ലാക്ക് സോൾജർ ഫ്ലൈ ആണിത്. അങ്ങനെ ഇദ്ദേഹത്തിന് എന്തായാലും നമ്മൾ പതുക്കെ അധികം നോവിക്കാതെ പിടിച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇയാൾ പോയി അതിൽ നിന്ന് മുട്ടയിട്ട് കുഞ്ഞുങ്ങളുണ്ടാവുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷയില്ലെങ്കിലും നമ്മൾ ഇയാളെ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് എങ്ങാനും മറ്റുള്ള ഫ്ലൈകൾ അതിലേക്ക് വേഗം വന്നാലോ എന്ന് കരുതി ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ നമുക്കൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇന്ന് നമുക്ക് കറണ്ട് ഇല്ല, ഇൻക്യുബേറ്ററിൽ കറണ്ട് കിട്ടിയിട്ടില്ല. കിട്ടാത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങളാ കണ്ടതുപോലെ വീട്ടിനപ്പുറത്ത് നിന്നൊരു വലിയ മഹാഗണി മുറിക്കുകയാണ്. ആ മുറിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ലൈൻ കമ്പി കട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ നമുക്ക് ഇൻക്യുബേറ്ററിൽ നിന്ന് വിരിഞ്ഞു വന്ന അവസാനത്തെ 3 കുഞ്ഞുങ്ങളെ എടുത്ത് നമ്മുടെ അടയിരിക്കുന്ന കോഴിക്ക് കൊണ്ട് വെച്ച് കൊടുക്കാമെന്ന് കരുതി കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് അവൾ വന്ന് നോക്കിയിട്ട് പ്രത്യേകിച്ച് മൈൻഡൊന്നും ഇല്ലാതെ കടന്നു പോവുകയാണ് ചെയ്തത്. ഇത് നമ്മൾ മുട്ടകളായിട്ട് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിരിയില്ല കേട്ടോ. കുഞ്ഞുങ്ങൾ വളരെ വളരെ വീക്കാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളത് ഫുള്ളായിട്ട് വിരിച്ച് അവരെ പുറത്തെടുത്തതിന് ശേഷം അവൾക്ക് കൊണ്ട് കൊടുക്കാമെന്ന് കരുതുന്നത്. പക്ഷേ അത് കണ്ട് അവൾ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് തിരിഞ്ഞ് നടക്കുകയാണ് ചെയ്തത്. എന്നാൽ പിന്നെ ഇവരെ നമുക്ക് നമ്മുടെ ബ്രൂഡർ സെറ്റപ്പിലേക്ക് കൊണ്ടുപോകാമെന്ന് കരുതി തിരിച്ച് കൊണ്ടുപോകുന്ന വഴിക്ക് പുറത്ത് മണ്ണിലൊക്കെ ഒന്ന് ഇറക്കാമെന്ന് കരുതിയപ്പോഴാണ് മനസ്സിലായത് ഇവർ വളരെ വീക്കും അതുപോലെ വളരെ ചെറുതുമാണ്. നമുക്ക് സ്ഥിരം കിട്ടുന്ന കുഞ്ഞുങ്ങളെ കഴിയും വളരെ 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 ചെറുതാണ്. അപ്പോൾ ഇവരെ ജീവനോടെ നമുക്ക് വളർത്തിയെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഒരു എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടി വരും. അതിൻ്റെയൊക്കെ ഇടയിൽ സംഭവിച്ചൊരു സംഭവമാണ്, നമ്മുടെ കൂട്ടിനകത്ത് അടച്ചിട്ട് വളർത്തിക്കൊണ്ടിരുന്ന നമ്മുടെ വെളുത്ത പൂവൻ കൂട്ടാൻ നമ്മളെ പറ്റിച്ച് ചാടി ഇറങ്ങി കറങ്ങി നടക്കുകയാണ്. പക്ഷേ എല്ലാവരും അവനെ ഓടിച്ചിട്ട് കൊത്തുന്നത് കൊണ്ട് അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പരിഭ്രമിച്ച് ഒരു മൂലയിലേക്ക് ഒതുങ്ങാനുള്ള ശ്രമമാണ്. ആരെങ്കിലും പറഞ്ഞോ നിന്നോട് ഇറങ്ങി ഓടാൻ? പറഞ്ഞോ? ഇവനെ പുറത്ത് തുറന്നുവിട്ട് വളർത്തുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു കോഴികൾ ഇവനെ ആക്രമിക്കാറുണ്ട്. അപ്പോൾ ഇവനെ നമുക്ക് കൊടുത്താലോ എന്ന് കരുതിയപ്പോഴാണ് പിന്നെയോട് ഓർത്തത്. ഇവനെ പോലെ വെളുത്ത നല്ല സുന്ദരനായ ഒരു പൂവൻകുട്ടൻ നമുക്ക് ഇരിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് അവനെ തൽക്കാലം കൊടുക്കുന്നില്ല, നമുക്ക് തന്നെ വളർത്താമെന്ന് കരുതിയ. ഇതാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ. വളരെ വളരെ വീക്കാണ് അവർ, അതുപോലെ തന്നെ വളരെ ചെറുതുമാണ്. എന്നാൽ പിന്നെ ഇവർക്ക് കുറച്ച് പഞ്ചസാരയും സ്റ്റാർട്ടറൂടെ കലക്കിയ മിശ്രിതം നമ്മൾ വളരെ ചെറുതായിട്ട് ഡ്രിപ്പറിൽ വെച്ച് കൊടുക്കാമെന്ന് കരുതി കുറച്ചൊക്കെ കൊടുത്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ വളരെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇവരുടെ ഒരു ആരോഗ്യസ്ഥിതി വെച്ചിട്ട് ഇതിൽ നിന്ന് ഒരു കുഞ്ഞിനെ നമുക്ക് ഇപ്പോൾ ഓൾറെഡി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം നമ്മൾ വന്ന് നോക്കുമ്പോഴാണ് ആ ഒരു അവസ്ഥ കണ്ടത്.
നമുക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ എന്തായാലും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, അവസാനം നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ വെള്ളവും പഞ്ചസാരയും അതുപോലെ തന്നെ സ്റ്റാർട്ടറൂടെ കലക്കി മിശ്രിതം അവിടെ കൊണ്ട് വെച്ച് കുറച്ച് നമ്മൾ ഡ്രിപ്പറിലെടുത്ത് ഇവരുടെ എല്ലാം ചുണ്ടിൽ ഇറ്റിച്ച് കൊടുക്കുകയാണ്. അല്ലാത്ത പക്ഷം ഒരു കാരണവശാൽ ഇവർ സ്വയമേ തീറ്റ എടുത്ത് ആരോഗ്യം മെച്ചപ്പെടും എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനേ ആവില്ല. അതാണ് കാര്യം, അവരുടെ ഒരു അവസ്ഥ. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ഒരു ബഹളത്തിൻ്റെയും കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് തീറ്റകൾ തിന്നുന്നതിൻ്റെ ഒരു വെപ്രാളത്തിൻ്റെ ഇടയിൽ ഇവർക്ക് സ്വന്തമായിട്ട് തീറ്റ എടുത്ത് പച്ച പിടിക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ്. ഇതിനോടൊപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് ഒത്തിരി സുഹൃത്തുക്കളാണ് ലൈക്കായിട്ടും ഷെയറായിട്ടും കമൻ്റായിട്ടും സപ്പോർട്ട് അറിയിക്കുന്നത്. ഒത്തിരി സുഹൃത്തുക്കൾക്ക് കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് എവിടെയാണ് സ്ഥലം എന്നൊക്കെയാണ്. നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലമാണ്, കൊല്ലത്ത് കടക്കലാണ്. അതോടൊപ്പം തന്നെ വിളിക്കാനുള്ള നമ്പർ നമ്മൾ ഇതിനകത്ത് കമൻറ്റിൽ പിൻ ചെയ്തിരുന്നതാണ്. ഈ കോഴി വളർത്തൽ സമ്പ്രദായമായിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും വിളിക്കാവുന്നതാണ്. അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പൊതുവേ നമുക്ക് കൂടുതലായിട്ട് അറിയാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് ഇൻക്യുബേറ്ററും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ വിരിച്ചെടുക്കുന്ന കാര്യങ്ങളുമാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്ക് വിളിക്കാവുന്നതാണ്, വിളിച്ച് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. മറ്റ് തിരക്കുകളിലൊന്നുമായി പെട്ടുപോകാത്ത സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഫോൺ എടുക്കാനും കറക്റ്റായിട്ടുള്ള മറുപടി തരാനും മാക്സിമം ശ്രമിക്കുന്നതാണ്. അങ്ങനെ എന്തായാലും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഡ്രിപ്പറിൽ വെള്ളം ഇട്ട് കൊടുക്കുകയാണ്. കുഞ്ഞ് മാക്സിമം കുടിക്കുന്നുണ്ട്. ഇത് കുടിച്ച് കുറച്ച് കഴിയുമ്പോഴാണ് മറ്റുള്ള കോഴികൾ മനസ്സിലാക്കുന്നത്, അതായത് മറ്റുള്ള നമ്മുടെ കോഴി കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നത് ആ പാത്രത്തിൽ നമ്മളവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് എന്തോ മധുരമുള്ള വെള്ളമാണെന്ന്. അങ്ങനെ എല്ലാവരോടും ഓടി വന്നിട്ട് അത് കുടിച്ച് പറ്റിക്കുന്ന ഒരു കാഴ്ചയും കൂടെയാണ് കണ്ടത്. അത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഫോൺ വെച്ച് ഒരു ടൈം ലാപ്സ് വീഡിയോ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് കോഴി വളർത്തലും കോഴികളെയും ഇഷ്ടമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഓരോ വട്ടം നിങ്ങളുടെ ഓരോരുത്തരുടെയും നമ്മുടെ ചാനലുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കാണുമ്പോൾ കൂടുതൽ ഈ പ്രതിസന്ധികളെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം വീണ് കിട്ടുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2018 ചെറിയൊരു ഇൻക്യുബേറ്ററുമായിട്ട് തുടങ്ങിയതാണ്. അന്ന് നമ്മൾ പുറത്തുനിന്ന് മുട്ട മേടിച്ച് വിരിയിച്ച് തീറ്റകളെല്ലാം കൊടുത്ത് കുഞ്ഞുങ്ങളെ 1 മാസമാക്കി 1.5 മാസമാക്കി ഒരു 120 രൂപയൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അന്നത്തെ ഒരു നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് അത്ര മെച്ചപ്പെട്ട രീതിയിലായിരുന്നില്ല. കാര്യമെന്ന് പറയുന്നത് നമ്മൾ വിരിയാൻ വേണ്ടി മുട്ട മേടിച്ചു കൊണ്ട് വന്നിരുന്നത് ഏകദേശം ഒരു മുട്ടയ്ക്ക് 10 രൂപ എന്നുള്ള കണക്കിലാണ്. അപ്പോൾ നമ്മൾ 50 മുട്ടയോളം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് വിരിഞ്ഞ് കിട്ടുന്നത് ഒരു 15 20 മാക്സിമം പോയാൽ 25 കുഞ്ഞുങ്ങളെ ആയിരിക്കും. ആ ഒരു 25 കുഞ്ഞുങ്ങളിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് നമ്മുടെ സാധാ 60 വാട്ടിൻ്റെ 100 വാട്ടിൻ്റെ ബൾബിലിട്ട് വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു 7-8 കുഞ്ഞുങ്ങളോളം നഷ്ടമായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഉണ്ടാകുന്ന ബാക്കി കുഞ്ഞുങ്ങളെ 15-16 കുഞ്ഞുങ്ങളെ വളർത്തി നമ്മൾ ഇത്രയും നാൾ സ്റ്റാർട്ടറിൻ്റെ വില ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. നമ്മുടെ ലെയർ സ്റ്റാർട്ടർ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് 45 ആണ്. അതേപോലെ തന്നെ ബ്രോയിലർ സ്റ്റാർട്ടർ ആണെങ്കിൽ അത് വരുന്നത് 50 രൂപ 48 രൂപയാണ്. അപ്പോൾ അതെല്ലാം കൊടുത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തി വിറ്റ് കൊണ്ടുവരുന്നതെന്ന് പറയുന്നത് തികച്ചും നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പൈസ ഇറക്കി ഈ ഒരു സമ്പ്രദായം ഓടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിൽ നിന്ന് മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള മുട്ടകൾ ഇൻക്യുബേറ്ററിൽ കയറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച നമ്മുടെ 1 മാസത്തോളം പ്രായമായ കുഞ്ഞുങ്ങളെ, അതായത് പെർ പീസ് 100 രൂപയ്ക്ക് കൊടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്ത കുഞ്ഞുങ്ങളെ കൊടുത്തിരിക്കുകയാണ്. ആ കൂട്ടിലേക്ക് നമ്മുടെ ഈ ബ്രൂഡർ സെറ്റപ്പിൽ അപ്പുറത്തെ സെക്ഷനിൽ കിടന്ന കുഞ്ഞുങ്ങളെ നമ്മൾ അവിടേക്ക് പിടിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ഇനി വരുന്ന ബാച്ചുകളെല്ലാം നമ്മൾ കൊടുക്കുകയാണ്. ഈ പറയുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും കൊല്ലം കടക്കൽ ഏരിയകളിലുണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ്, കുഞ്ഞുങ്ങളെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോഴും ഈ കൊറിയറായിട്ട് കുഞ്ഞുങ്ങളെ അയച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം വന്നിട്ടില്ല. കാര്യം കൊറിയർ എന്ന് പറയുമ്പോൾ കൊറിയർ ചാർജ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു കോസ്റ്റും വന്നിട്ട് ഇത് അയച്ച് നിങ്ങൾക്ക് റിസീവ് ചെയ്ത് വരുമ്പോൾ ഒരു വലിയ ചിലവ് തന്നെ വരും. അത് തീർച്ചയായിട്ടും നമുക്കോ അതുപോലെ തന്നെ ഇത് സ്വീകരിക്കുന്ന നിങ്ങൾ സുഹൃത്തുക്കൾക്കോ അതൊരു ലാഭമായിട്ടുള്ള സാഹചര്യം വരില്ല. അതുകൊണ്ട് തൽക്കാലം നമുക്ക് കൊറിയർ ഫെസിലിറ്റി ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. അങ്ങനെ എന്തായാലും നമുക്ക് അക്സസിബിൾ ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ചോദിച്ചാൽ കുഞ്ഞുങ്ങളെ കൊടുക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ ചത്തുപോയ കുഞ്ഞ്. പിറ്റേ ദിവസം രാത്രി നമ്മൾ വന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ്.